ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്ത് വന്നിരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞാൻ നേരെ പോകുന്നത് കട്ടൻ ചായ ഇടാനാണ് കേട്ടോ. അപ്പോൾ ചായ എനിക്ക് നിർബന്ധമില്ല, പക്ഷേ ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ തലേ ദിവസം ഞാൻ ചെയ്തു വെച്ചിരുന്ന നെയ്യപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതേ 2 നെയ്യപ്പവും സുലൈമാനിയും കൂടെ ഞാൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്ന ഓട്സാണ് കേട്ടോ. ഓട്സ് കഴിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാനെന്നല്ല, എന്നാലും മേടിച്ചതല്ലേ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഓട്സിൽ കുറച്ച് ഹണിയൊക്കെ ചേർത്ത് കൊടുത്ത് ഞാനത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ്. അങ്ങനെ അത് ഫുള്ള് ഫിനിഷ് ചെയ്ത ശേഷം ഒരു 11 മണിയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാനൊരു കോഴിമുട്ട പൊങ്ങി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടോടെ ആക്കിയിട്ട് ഞാനത് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു നന്നാരി സർബത്ത് കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുകൂടെ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന പൊതിച്ചോറാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കെട്ടി വെച്ചിരുന്നു. അപ്പോൾ ആ പൊതി ഇങ്ങോട്ട് തുറന്നപ്പോൾ എനിക്ക് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ഫീലൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴേക്കും ഞാൻ കുറച്ച് മുട്ട പപ്സ് ഉണ്ടാക്കിയിരുന്നായിരുന്നു. അപ്പോൾ ഒരു 4 മുട്ട പപ്സ് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ടാങ്ക് കൂടെ ഞാൻ കലക്കി കുടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് അവിൽ നനച്ചതും ഒരു കട്ടൻ ചായയോടെ വീണ്ടും ഞാൻ അകത്താക്കി കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രിക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.